ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 50 രൂപയുടെ കപ്പയാണ് കേട്ടോ ഇത്രയും. അപ്പം നമുക്ക് നല്ല മഴയും ഇതൊക്കെ ആണല്ലോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഗൈസ്? ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി നമ്മുടെ ഈ കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി അരക്കണതും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും. നമ്മുടെ കപ്പ ഇതാ തിളയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ട് നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു തിള വന്നപ്പോൾ തന്നെ വേഗം വെന്ത് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കൂടി ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കപ്പ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. കണ്ടില്ലേ, ഞാൻ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു 7-8 ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇടിക്കല്ലിൽ വെച്ച് വേണമെങ്കിൽ ചതച്ചും എടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാന്ന്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പുളിയാണ് കേട്ടോ. നമ്മുടെ വാളം പുളിയാണ്, ചെറിയൊരു അളവ് കുറച്ച്. അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരുപാടൊക്കെ എടുക്കാം കേട്ടോ. ഇത്രയും മതി. പക്ഷേ നല്ല എരിവൊക്കെ കമ്മി തന്നെയാണ് കേട്ടോ നമ്മുടെ പച്ചമുളകിനൊക്കെ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഇതിന് ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചെറുതായിട്ട് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ചമ്മന്തി പരുവത്തിന് മതി. നമ്മുടെ കപ്പ മുക്കി കഴിക്കാനാണല്ലോ. ഇനി എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൂപ്പർ. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടക്കാച്ചി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് തേങ്ങയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് തേങ്ങയൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എളുപ്പപ്പണിയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇനി കപ്പയും നമ്മുടെ ഈ മുളക് ചമ്മന്തിയും എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കണം. ആഹാ, പൊളി വൈബാണ് കേട്ടോ. നല്ല മഴയും ചൂട് കപ്പയും ചമ്മന്തിയും ഒരു കട്ടൻ ചായയും കൂടി ആകുമ്പോൾ ആഹാ, അടിപൊളി അന്തസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അത് നിങ്ങളെടുത്തോളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല ആവി പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ ഇത് അങ്ങനെ ഞാനൊരു പിടി പിടിച്ചു കേട്ടോ. നല്ല മുളക് ചമ്മന്തിയൊക്കെ മുക്കി ആഹാ, അടിപൊളി. ഓക്കെ, ബൈ ബൈ.